താങ്ക് യു മിസ്റ്റർ, താങ്ക് യു. ഈ പൊതുസമ്മേളനം കൺസ്യൂമർ ഫെഡിൻ്റെ ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞു, വെളിച്ചെണ്ണ നിങ്ങളെ ആവശ്യം ഉപയോഗിച്ച് ബാക്കിയുണ്ടെങ്കിൽ വളരെ പ്രൊഡക്ഷൻ കൂട്ടണം. ലാഭകരമായി പോകണമെങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടണം. കുറച്ചും വെളിച്ചെണ്ണ ഉണ്ടാക്കിയാൽ ലാഭമാവില്ല. അപ്പോൾ മാക്സിമം വെളിച്ചെണ്ണ പ്രൊഡക്റ്റ് ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് നിങ്ങൾ ലോക്കലായിട്ട് വിൽക്കാൻ ഉള്ളത് വിറ്റ് കഴിഞ്ഞ് ബാലൻസ് എത്ര ഉണ്ടെങ്കിലും അത് കൺസ്യൂമർ ഫെഡ് വാങ്ങിക്കും എന്ന് ഞാൻ പറയുക. അത് ന്യായമായ വില കൊടുത്ത് എത്തിയിരിക്കുന്നു വേണ്ട, നല്ല വില കൊടുത്ത് നിങ്ങളെ കാര്യത്തിൽ. അത് മാത്രമല്ല, നമുക്ക് പറയുന്ന ഇപ്പോൾ നമ്മൾ എത്ര വലിയ പദ്ധതികൾ നടത്തിയാലും വലിയ വലിയ വൻകിട പദ്ധതികളൊക്കെ നടത്തിയാലും സാധാരണ ജനങ്ങൾക്ക് അവർക്ക് ഇതെന്ത് കിട്ടി, എന്ത് പങ്കുണ്ട് അവർക്ക് അവർ ചെത്തിക്കും. മറ്റൊരു ഐ ടി മേഖല നമുക്ക് വളരെ നമ്മുടെ മാർച്ച് പിടിക്കുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാം. അസംബ്ലിയിൽ പല കാര്യങ്ങളും പല വിജയത്തെ പറ്റിയും പലരും പറയും. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതിൻ്റെ ഒച്ചയിലൊക്കെ പറയും. പക്ഷേ കാര്യങ്ങൾ പഠിച്ച് ഭംഗിയായി അവതരിപ്പിച്ച് മറ്റുള്ള മന്ത്രിമാർ ശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിലുള്ള എല്ലാം പഠിച്ച് പറയുന്ന നിങ്ങളുടെ MLA. ഈ രംഗത്ത് നിങ്ങൾക്ക് ഇതിപ്പോൾ അടുത്ത പ്രാവശ്യം ഇലക്ഷൻ ഞാൻ പറയില്ല കേട്ടോ. ഏറ്റവും നല്ലത് പഠിച്ച് എന്നോട് മാനസികമായിട്ടുണ്ട് അടുപ്പം കാണിക്കും. പക്ഷേ പ്രതിപക്ഷം എന്നുള്ള മെമ്പർ എന്ന നിലയ്ക്ക് ചിലപ്പോൾ നമ്മളെ കൊന്നിട്ട് വർപ്പിക്കും. അതൊന്നും സാരമില്ല. അത് ഇപ്പോൾ ജനാധിപത്യത്തിൽ അതൊക്കെ ഉൾക്കൊള്ളുന്ന കഴിവൊക്കെ ഉണ്ടാവണം. ഒരാളെ വിമർശിക്കുമ്പോൾ അവൻ മാറാൻ പാടില്ല. അവൻ്റെ തെറ്റ് തിരുത്തി അവൻ മുന്നോട്ട് പോകണം. എന്തുകൊണ്ടാണ് രവീന്ദ്രനാഥ് CN ബാലകൃഷ്ണൻ വിമർശിച്ചതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ അതിൽ തെറ്റുണ്ടെങ്കിൽ തിരിച്ച് മുന്നോട്ട് പോകുക. ആണ് ഭരണം പ്രതിപക്ഷം ചുമതല. അത് മനോഹരമായി നിർവഹിക്കുന്നത്. വെറുതെ വായിട്ടടിക്കല്ല. വായിട്ടടിക്കുന്ന പ്രതിപക്ഷത്തെ ആൾക്കാർ ധാരാളുണ്ട്. ക്ഷമിക്കണം മാഷ്. നമ്മുടെ സെക്ടർ മാറണം. 50 കൊല്ലം നമ്മൾ 130 കോടി ഉറുപ്പിക ഡെപ്പോസിറ്റും അതനുസരിച്ചുള്ള പ്രവർത്തനം നടക്കുക. ഒരു വില്ലേജിലല്ലോ നമുക്ക്, ഒരൊറ്റ വില്ലേജുള്ളൂ. അതാണ് മനസ്സിലാക്കുന്നത്. ബൊപ്പള വില്ലേജ് മാത്രമുള്ള സ്ഥലം ഞാനിവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ റബ്ബറിൻ്റെ ഒരു അതിനും വന്നിട്ടുണ്ട്. ഇഞ്ചക്കൊണ്ടൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ആരാ വന്നിട്ടുണ്ട? നല്ലൊരു പള്ളിയുണ്ട് അവിടെ, നമ്മുടെ സ്ഥാപനമുണ്ട്, സ്കൂളും പോരാ. എല്ലാം മാറ്റം വരുത്തണം. അതൊക്കെ അദ്ദേഹം വിചാരിച്ച് നടക്കുന്നതൊക്കെ ആ കാര്യത്തിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് എന്തുകൊണ്ട് ചെയ്യും സംശയിക്കുന്നുണ്ട് കാര്യത്തിൽ. ജനങ്ങളുടെ പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞു വന്ന് വരുന്നുണ്ടല്ല. അപ്പോൾ നമ്മൾ എന്തെല്ലാം വലിയ പദ്ധതി കൊടുത്താലും എൻ്റെ വീട്ടിൽ ഞാൻ BPL താഴെത്തട്ടുള്ളവന് എന്ത് മെച്ചം കിട്ടി ഈ ഗവൺമെൻറ്റിനെ കൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിനെ കൊണ്ട്, ഇതാണ് അസസ്മെൻറ്റ്.